ബംഗളൂരു ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ നിന്നുള്ള സെക്കൻഡ് പാർട്ട് വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം എത്തി നിൽക്കുന്നത് ബല്ലർഷ എന്ന സ്ഥലത്താണ്. ഇത് മഹാരാഷ്ട്രയിലാണ്. സെൻട്രൽ റെയിൽവേ ആണിത്, സെൻട്രൽ റെയിൽവേ. അപ്പോൾ നമ്മൾ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്നും കയറിയിട്ട് ബല്ലർഷ മുമ്പ് വരെ ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ നമ്മൾ ബല്ലർഷ 2 സ്റ്റേഷനിലേക്ക് കയറാൻ പോവാണ്. വണ്ടി ബിഫോർ ടൈമാണ്. വണ്ടി ഇപ്പോൾ ഇവിടെ അങ്ങനെ ഔട്ടറിൽ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഭയങ്കര ചൂടായിട്ടോ കേട്ടോ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്, ഡ്രൈ ആണ്, ഒരുമാതിരി വൃത്തിയിട്ട കാലാവസ്ഥയാണ്, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതുപോലത്തെ ഡ്രൈ ചൂടാണ് കേട്ടോ. നമ്മുടെ അവിടെ മഴയല്ലേ. അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ രാജധാനിനെ കർണാടകക്കാർ പറയുന്നത് നമ്മ രാജധാനി എന്നാണ്. അവരുടെ മെട്രോയ്ക്കും അവർ നമ്മ മെട്രോ എന്നാണല്ലോ. നമ്മ രാജധാനി എന്ന് പറയാൻ കാര്യം ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആണ്. അപ്പോൾ നമ്മ രാജധാനി എന്ന് വേണേൽ അവർക്ക് സുഖമായിട്ട് പറയാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് അവരുടെ സ്വന്തം വണ്ടിയാണ്, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയാണ്. സാധാരണ രാജധാനിയൊക്കെ ഒട്ടുമിക്ക എല്ലാം നോർത്തേൺ റെയിൽവേയുടെ വണ്ടിയാണ്. പക്ഷേ ഇത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു സർവീസാണ്, ഡെയിലി വണ്ടിയാണിത്. അപ്പോൾ ഇതിനകത്ത് ഫുഡൊക്കെ വൻ ശോകമാണ്. ഫുഡൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു, ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ. സാധാരണ ഇന്ത്യൻ റെയിൽവേയിലെ പ്രീമിയം ട്രെയിനിൽ കിട്ടുന്ന പോലത്തെ വൃത്തികെട്ട IRCTC ഫുഡാണ് ഇതിലുള്ളത്. അവിടെ എന്തോ പ്ലാറ്റ്ഫോം ഫ്രീ അല്ലെന്ന് തോന്നുന്നു. നമ്മുടെ തൊട്ട് മുന്നിൽ തെലങ്കാന എക്സ്പ്രസ് കിടപ്പുണ്ട്, ഹൈദരാബാദിൽ നിന്നും ന്യൂഡൽഹിക്ക് പോകുന്ന തെലങ്കാന എക്സ്പ്രസ്. അപ്പോൾ അതവിടെ കിടക്കുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, പ്ലാറ്റ്ഫോം ഫ്രീ അല്ല കേട്ടോ. അതാണ് നമ്മളോട് പിടിച്ചിട്ടത്. ഹോം സിഗ്നൽ പിടിച്ചിട്ടിട്ട് നമുക്ക് ലാസ്റ്റ് ക്ലിയറൻസ് കിട്ടി, നമ്മൾ കണ്ടെടുത്തോണ്ട് പോകാം കേട്ടോ. അതായത് ഗുഡ്സൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി അതാണെന്ന് അറിയത്തില്ല, ഗുഡ്സല്ല, വേറെ വണ്ടി ഉണ്ടായിരുന്നുണ്ടല്ലോ, അതാണ് പിടിച്ചിട്ട്. ബല്ലർഷ ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോം 5-ലാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇവിടെ മിക്കവാറും ക്രൂ ചേഞ്ച് കാണും കേട്ടോ. രാവിലെ സെക്കന്ദരാബാദിൽ നിന്ന് കയറിയ ക്രൂ മിക്കവാറും ഇവിടം വരെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ക ഓൺ ടൈമിനാണ് കയറുന്നത്. കറക്റ്റ് 12:10 തന്നെ നമ്മൾ കയറിയ പ്ലാറ്റ്ഫോമിൽ. നമ്മൾ ട്രെയിനിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് യാത്ര ചെയ്യുന്നത്. ഏറ്റവും ഫ്രണ്ടിൽ H1 ആണ്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് AC കേട്ടോ. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ട് കേട്ടോ. ക്രൂ മാറുന്നുണ്ട്, വേറെ ക്രൂ അവിടെ നിന്ന് കയറുന്നത്. നമ്മുടെ രാജധാനിയുടെ ലോക്കോ റോയപുരം ഷെഡിൻ്റെ ഒരു ലോക്കോ ആണ്. റോയപുരത്തിൻ്റെ WP7 39002. അപ്പോൾ ഈ ലോക്കോ ആണ് ബാംഗ്ലൂരിൽ നിന്നും നിസാമുദ്ദീൻ വരെ നമ്മുടെ വണ്ടിയെ കൊണ്ടുപോകുന്നത്. ട്രെയിനിങ്ങിനാണെന്ന് തോന്നുന്നു. കുറേ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാർ നമ്മുടെ ലോക്കോയിൽ കയറുന്നുണ്ട്. ട്രെയിനിങ് ആണ് അവർക്ക് മിക്കവാറും. ഈ ബല്ലർഷയിലൊന്നും ആരും കയറാനൊന്നും ഇല്ല കേട്ടോ. ഇതൊരു മെയിനായിട്ട് ഈ വെള്ളം നിറയ്ക്കുന്ന സ്പോട്ടും പിന്നെ ക്രൂ ചേഞ്ചിങ് സ്പോട്ടും കൂടാണ്. അപ്പോൾ ഇവിടെ നിന്ന് കയറുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ ക്രൂ ചെയ്യുന്നതിന് ശേഷം നമ്മുടെ രാജധാനി എക്സ്പ്രസ് 12:19 ആയപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജധാനിയുടെ അടുത്ത സ്റ്റോപ്പ് നാഗ്പൂർ ജംഗ്ഷനാണ്. 2:55 നമ്മൾ നാഗ്പൂർ എത്തുന്നത്. അപ്പോൾ 2:55 വരെ നമ്മുടെ വണ്ടി ഇനി നോൺ സ്റ്റോപ്പാണ്, ഇന്ന് നിർത്തില്ല, അതിനിടയ്ക്ക് സ്റ്റോപ്പൊന്നുമില്ല. അപ്പോൾ നാഗ്പൂരാണ് ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ്. അപ്പുറത്ത് പോകുന്നതും അതും തെലങ്കാന എക്സ്പ്രസ് ആണ്. അത് ഡൽഹിയിൽ നിന്ന് വിട്ടൊരു തെലങ്കാനയാണ്. അപ്പോൾ 2 തെലങ്കാന ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. തെലങ്കാന എക്സ്പ്രസ് ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദ് പോകുന്നത്. പുതിയൊരു ക്രൂ നമ്മുടെ വണ്ടി ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അവർ ബ്രേക്ക് ടെസ്റ്റ് നടത്തും, ബ്രേക്ക് പിടിച്ച് നോക്കും ബ്രേക്കൊക്കെ വർക്കിംഗ് ആണോ എന്ന്. അതാണ് ഇപ്പോൾ ചെയ്തത്. വണ്ടി സ്ലോ ആയിരുന്നു, ഇനിയിപ്പോൾ വണ്ടി വിട്ടോളും. ബല്ലർഷ വിട്ടതിന് ഉച്ചയ്ക്ക് 1 മണി ആവാറായപ്പോഴേക്കും നമ്മുടെ ലഞ്ച് വന്നു. ബല്ലർഷയിൽ നിന്ന് കയറ്റിയ ലഞ്ചാണ്, ഞാൻ കണ്ടാണ് കയറ്റുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടി. എന്തുവാന്ന് തുറന്ന് നോക്കട്ടെ. ഇനി ആദ്യമായിട്ട് IRCTC ഫുഡ് മേടിക്കാൻ നേരത്തെ ഒരു വെറൈറ്റി ഒരു കറി കിട്ടി, കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇത് വെജ് കോഫ്ത കറി എന്ന് പറയും. 2 ഉണ്ട പോലത്തെ നമ്മൾ മീറ്റ് ബോൾ കാണത്തില്ല, അതേപോലത്തെ സെയിം മീറ്റ് ബോളാണ്. പക്ഷേ ഇത് മീറ്റ് ബോളല്ല, ഇത് വെജ് ഡംപ്ലിങ്സ് ഒക്കെ എന്നൊക്കെ പറയത്തില്ല നമ്മൾ, കോഫ്ത എന്ന് പറയും. അതായത് ഇതിനെ സംഭവം മെയിനായിട്ട് വെജിറ്റബിൾസും പനീറും ഒക്കെ വെച്ചിട്ടുള്ളൊരു
ഒരു ബോൾ, നമ്മൾ മീറ്റ് ബോൾ പോലത്തെ സെയിം സംഭവം തന്നെയാണ്. ഇതാണ് വെജ് കോഫ്ത കറിയും, പിന്നെ ഇത് ചപ്പാത്തി, പിന്നെ ഇത് ചോറ്, പരിപ്പ്. ആദ്യം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് എന്തോ സബ്ജി, ഇത് നമ്മൾ ഇന്നലെ കിട്ടിയ പോലത്തെ മറ്റേ ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജി. ഇത്രയാണ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ കോഫ്ത ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, എപ്പോഴും നമ്മൾ ഈ പനീർ അത് ഇതും കഴിക്കുന്ന പോലെ പകരമേ ഇതേപോലത്തെ ഐറ്റംസ് കഴിച്ചു നോക്കട്ടെ. കൊള്ളാം, കറി കൊള്ളാം, ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇനി നമുക്ക് ചോറും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചോറും പരിപ്പും കറിയും എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, പരിപ്പ് കറിക്ക് ഉപ്പില്ല. ചോറ് കുഴപ്പമില്ല, പക്ഷേ മറ്റേ കറി നല്ലായിരുന്നു. ഊണ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഹെറിറ്റേജിൻ്റെ ഒരു വാനില ഐസ്ക്രീം കിട്ടി. ഇത് നമ്മുടെ അവിടുത്തെ മിൽമ എന്നൊക്കെ പറയുന്ന പോലെ തെലങ്കാനയിലെ ഒരു ഡയറി സംഭവമാണ് ഈ ഹെറിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു വാനില ഐസ്ക്രീം. നാഗ്പൂരിന് മുമ്പുള്ളൊരു സ്ഥലമാണ് സേവഗ്രാമേ. അവിടെ ഔട്ടറിൽ കുറച്ച് നേരം പിടിച്ചിട്ട് നമ്മൾ വണ്ടി ഇപ്പോൾ എടുത്തു. ബിഫോർ ടൈമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നാഗ്പൂരത്തെ ഇനി ഒരു 3/4 മണിക്കൂർ മതിയേ. നമ്മുടെ കേരള എക്സ്പ്രസ് ഉണ്ടല്ലോ, കേരള എക്സ്പ്രസിനൊക്കെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് ഈ സേവഗ്രാം ജംഗ്ഷനിലെ. നമ്മളിപ്പോൾ നാഗ്പൂരിലെ അജ്നി സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാഗ്പൂർ എത്താറായി. വണ്ടി ഓൾമോസ്റ്റ് ഓൺ ടൈം ആണ്. മറ്റേ നാഗ്പൂർ സ്റ്റേഷനിലേക്ക് കയറേണ്ട സമയത്താണ് നമ്മളിപ്പോൾ അജ്നി സ്കിപ്പ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് ഡിലേ കാണത്തുള്ളൂ ഇപ്പോൾ. ഈ കിടക്കുന്ന റേക്ക് നാഗ്പൂർ മഡ്ഗാവ് എക്സ്പ്രസിൻ്റെ ആണ്. ഈ നാഗ്പൂർ മഡ്ഗാവ് നേരത്തെ ഒരു സ്പെഷ്യൽ ട്രെയിൻ ആയിരുന്നു, അതിപ്പോൾ റെഗുലറൈസ് ചെയ്തിട്ടുണ്ട്. പാവനയുടെ റേക്കാണ് ഈ കിടക്കുന്നത്. അതുപോലെയാണ് മറ്റേ മംഗലാപുരം ഉത്തരാഖണ്ഡിൻ്റെ വണ്ടിയിലായിരുന്നു, അതും ഇപ്പോൾ റെഗുലറൈസ് ചെയ്ത് ഒരു പുതിയ വണ്ടിയായിട്ട് ഓളം നടക്കുന്നുണ്ട്. അതുപോലെയാണ് നമ്മുടെ ജബൽപൂർ കോയമ്പത്തൂരും ഇപ്പോൾ റെഗുലറൈസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ സ്പെഷ്യൽ ട്രെയിനൊക്കെ അത്യാവശ്യം വരുമാനം ഉള്ളതല്ലേ ഇവരിപ്പം റെഗുലറൈസ് ചെയ്ത് വരുന്നുണ്ട്. അജ്നിയുടെ ഒരു P7 തേണ്ട റിവേഴ്സ് അടിച്ച് എങ്ങാണ്ട് പോവാണ്. ഇവിടെ നാഗ്പൂർ സ്റ്റേഷനിലെ കുറച്ച് വണ്ടികൾക്ക് ലോക്കോ റിവേഴ്സലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏതോ ഒരു വണ്ടിയുടെ ലോക്കോ റിവേഴ്സ് അടിച്ച് പോവാണ്. നിങ്ങൾ ഈ അജ്നിയുടെ WP7 ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ അജ്നിയുടെ ലോക്കോസൊക്കെ തണ്ടി ഇവിടെ ഒരു ലോക്കോ സ്റ്റേഷൻ ഉണ്ട്, അവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നാഗ്പൂർ മെട്രോ ആണ് ഈ കാണുന്നത്. അതിൻ്റെ ട്രാക്ക് പോകുന്നത് കണ്ടോ, നമ്മുടെ ഈ റെയിൽവേ ട്രാക്കിൻ്റെ മുകളിൽ കൂടെയാണ് അതിൻ്റെ പോകുന്നത്. നമ്മുടെ വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിൽ ആന്ധ്രാപ്രദേശ് എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ സ്റ്റേഷനിൽ കയറി എനിക്കൊന്ന് വിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ സിഗ്നലാവും. ഇപ്പോഴും റെഡ് കിടക്കുന്നത്. സിഗ്നലായി. മിക്കവാറും പ്ലാറ്റ്ഫോം 1 ആയിരിക്കും കയറ്റുന്നത്.
10 മിനിറ്റ് ലേറ്റായിട്ട് 3:05 നമ്മുടെ രാജധാനി എക്സ്പ്രസ്സാണ് നാഗ്പൂർ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം 1 കയറുവാണേ. കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങാനുണ്ട്, അതുപോലെ കയറാനും ഉണ്ട് കേട്ടോ. നമ്മൾ നാഗ്പൂർ ഒരു 20 മിനിറ്റ് അടുപ്പിച്ചിട്ടിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുകയാണ്. വണ്ടി ഇപ്പോൾ ശാല ലേറ്റാണേ. അപ്പോൾ പിടിച്ചതാൻ കാര്യം ഇവിടെ നമ്മൾ എത്തിയ സമയത്ത് ഒരു വന്ദേ ഭാരതിൻ്റെ ഡിപ്പാർച്ചറായിരുന്നു, നാഗ്പൂർ ഇൻഡോർ വന്ദേ ഭാരത്. അതപ്പോൾ ഇറ്റാർസി വഴിയാണ് പോകുന്നത് ആ വന്ദേ ഭാരത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വന്ദേ ഭാരത് പണി തന്നു. അപ്പോൾ വന്ദേ ഭാരത് കയറിപ്പോയിട്ട് ശകലം ലേറ്റായിപ്പോയി. വന്ദേ ഭാരതിൻ്റെ മുകളിൽ ഒരു രാജധാനിയും വരത്തില്ല ഗൈസ്, മനസ്സിലായോ? വന്ദേ ഭാരതിനാണ് പ്രയോറിറ്റി. അപ്പോൾ വന്ദേ ഭാരത് കയറിപ്പോയിട്ട് നമ്മളതിൻ്റെ പുറകെ പോകണം കേട്ടോ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ രാജധാനിക്ക് ഇവിടെ നാഗ്പൂരും ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. ബല്ലർസിന്ന് കയറിയ ക്രൂ ഇവിടം വരെ ഓടിച്ചുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു, ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്, ക്രൂ കയറുന്നു ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അടുപ്പിച്ച് 2 സ്ഥലങ്ങളിൽ ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നാഗ്പൂരിൽ നിന്ന് കയറിയിട്ട് ഇവർ മിക്കവാറും ഇനി ഭോപ്പാലൂരായിരിക്കും ഓടിക്കുന്നത്. അപ്പോൾ ബല്ലർഷ നാഗ്പൂർ ക്രൂവിന് എന്തായാലും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഓടിക്കാൻ വേണ്ടി, അധികം ദൂരമൊന്നും ഇല്ലായിരുന്നു. ഞാൻ മാക്സിമം അങ്ങനെ പുറത്ത് വരാറില്ല, നിങ്ങളെ വണ്ടി സ്ലോ ചെയ്യുമ്പോൾ മാത്രമാണ് ഇടയ്ക്ക് പുറത്ത് കാണിക്കാൻ വേണ്ടി വരുന്നത്. കാരണം നല്ല ചൂടാണ് ഇവിടെ, നമ്മൾ ദേഹം മൊത്തം ടാൻ അടിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്ത് പോട്ടെ. ഇതിലെ ടിമാർ അവിടെ ബാംഗ്ലൂരിൽ നിന്ന് കയറിയ സെയിം ടിമാരാണ്, അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ പ്രീമിയം വണ്ടികളിലൊക്കെ എൻഡ് ടു എൻഡ് പോകുന്നത് ഈ ഹോം ഡിവിഷനിലെ ടി ആയിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ കണ്ടുള്ളത്. നമ്മുടെ ട്രിവാൻഡ്രം രാജധാനി ഇതേപോലെ തന്നെയായിരിക്കും, നോർത്തേൺ റെയിൽവേയിലെ ടിമാരാണ് കണ്ടുള്ളത്. അപ്പോൾ ഇവരാണ് വന്നിട്ട് തിരിച്ചു പോകുന്നതും സെയിം ഒറ്റ ഒരാളായിരിക്കും. അവർ ട്രെയിൻ മൊത്തം ഒറ്റ ഒരാളല്ല, അവർക്ക് 2-3 കോച്ചൊക്കെ ആയിരിക്കും ഡ്യൂട്ടി. വൈകിട്ട് 4:30 ആയപ്പോൾ വൈകിട്ടത്തെ സ്നാക്സ് വന്നു. വൃത്തികെട്ട സാധനമാണ് ഇത്, ഞാൻ കഴിക്കുന്നൊന്നുമില്ല, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഇത്. നമ്മൾ പിന്നെ പൈസ കൊടുത്തുകൊണ്ട് വരുന്നതാണ്. ആ വൃത്തികെട്ട സാൻഡ്വിച്ച് ഉണ്ട്, ഇത് കണ്ടോ, വൃത്തികെട്ട സാൻഡ്വിച്ച്. പിന്നെ ആ കച്ചോടി, ഇതിന് പിന്നെ ചൂടുണ്ടെന്ന് പറയാം, എന്നാലും എനിക്കിഷ്ടമല്ല ഇത്. പിന്നെ ഇത് മറ്റേ ഡയറ്റ് മിക്സ്ചർ, ഇത് പൊരിയാന്ന് തോന്നുന്നു അത്. പിന്നെ മറ്റേ സോൻ പപ്പടിയുടെ ഐറ്റം പട്ടീസ, ഡ്രൈ ഫ്രൂട്ട് പട്ടീസ ഇത്. പിന്നെ നേരത്തെ നമുക്ക് തന്ന പോലത്തെ മറ്റേ പാൽപ്പൊടിയും ടീ ബാഗും ഒക്കെ. എൻ്റെ ഈ സൈഡ് ലോവറായിട്ട് പുറത്തെ നല്ലപോലെ ചൂടടിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ സൈഡ് ലോവർ ഇട്ടിരിക്കുമ്പോൾ തണുപ്പ് മര്യാദയ്ക്ക് അടിക്കത്തില്ല, കാരണം ഈ കട്ടണൊക്കെ ഉള്ളതുകൊണ്ടേ. അതുമല്ല ഈ ഗ്ലാസ് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഈ ട്രാക്ക് കണ്ടോ, ട്രാക്ക് നമ്മൾ ഈ ചൂടാകുമ്പോൾ ട്രാക്ക് അങ്ങ് ചുട്ട് പഴുകും. ആ ട്രാക്കിൻ്റെ ചൂടും പുറത്തെ ചൂടും എല്ലാം കൂടി ഈ ഗ്ലാസ്സിലടിച്ചിട്ട് അതെന്തുവാ സാധനം പോയേ, അത് മറ്റേ D9 ലോക്കോ ആട്ടോ. ആ അമൃത ഭാരതിൻ്റെ കളർ പോലെ കണ്ടില്ലേ, ആ ഗുഡ്സിൻ്റെ രണ്ടാമത്തെ ലോക്കോ, അത് ഇന്ത്യൻ റെയിൽവേ 7 ഇറക്കിയ D9 ലോക്കോ എന്ന് പറയും. കണ്ടാൽ നമ്മുടെ G12 പോലെയൊക്കെ തിന്നിരിക്കും D9 ലോക്കോ. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കാം. അപ്പോൾ ആ ലോക്കം അങ്ങോട്ട് പോയത്. അപ്പോൾ അത് ഇതേപോലെ. അപ്പോൾ ഞാൻ ഈ ചൂടിൻ്റെ കാലം, അപ്പോൾ ഈ ട്രാക്കിൻ്റെ ചൂടും എല്ലാം കൂടെ വന്ന് ഇവിടെ അടിക്കും, തണുപ്പൊന്നും മര്യാദ കിട്ടത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. നല്ല ചൂടാണ് പുറത്താണേലും അകത്താണേലും. ഇപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴേ നല്ല തണുപ്പൊക്കെ വരത്തുള്ളൂ. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ സാൻഡ്വിച്ച് കണ്ടോ നോക്ക്, ഇതിനകത്ത് ബ്രെഡിനകത്ത് എന്തെങ്കിലും ഉണ്ടോ സാൻഡ്വിച്ച് എന്ന് പറയാൻ വേണ്ടി? ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെങ്ങാണ്ട് 2-3 ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നുമില്ല നോക്ക്. ഇതാണ് സാൻഡ്വിച്ച് കണ്ടോ, ആയി വെച്ച് കഴിക്കാൻ പോലും പറ്റത്തില്ല. ഞാനിപ്പോൾ കാണിച്ചിട്ട് ഇതിനൊരു വല്ലാത്തൊരു ടേസ്റ്റാണേ. ഒരുമാതിരി എന്തോ ഒരു പുളിയൊക്കെ ആയിട്ട് ടേസ്റ്റ് ഇല്ല, ചുമ്മാ ഒരു വിധാനുള്ള ഐറ്റം. ആടെയുണ്ട് സാൻഡ്വിച്ച് എന്നൊക്കെ പേരിട്ടെ. നമ്മൾ ഈ റൂട്ട് കുറേ തവണ കാണിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊരു ചെറിയൊരു ഗാർഡ് സെക്ഷനൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഒരു ഗാർഡ് സെക്ഷൻ കഴിഞ്ഞിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്പീഡ് 130 ഒന്നും അല്ല, ഇപ്പോൾ ഇടയ്ക്ക് 90, 100 ആ ഒരു സെറ്റിലാണ് ഇപ്പോൾ സ്പീഡ് വരുന്നത്. നമ്മുടെ മുന്നിലൊരു വണ്ടിയുണ്ട്, ആന്ധ്രാപ്രദേശ് സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ ആന്ധ്രാപ്രദേശ് എക്സ്പ്രസ്സിന് ഈ നാഗ്പൂർ ഇട്ടാൽ പിന്നെ ഭോപ്പാലേ സ്റ്റോപ്പുള്ളൂ. നമ്മുടെ വണ്ടിക്ക് നാഗ്പൂർ ഭോപ്പാലിനിടയ്ക്ക് ഇറ്റാർസിയിൽ സ്റ്റോപ്പുണ്ട്. ഒന്ന് ആലോചിച്ചേക്കാം, അത് നാഗ്പൂർ ഭോപ്പാൽ നോൺ സ്റ്റോപ്പാണ്. നമ്മൾ ഭോപ്പാൽ എത്തുന്നത് രാത്രി 8:55 എന്തോ ആണ്. അപ്പോൾ ഈ നാഗ്പൂർ ഭോപ്പാലിൽ ആ വണ്ടി നോൺ സ്റ്റോപ്പാണ്. നമ്മുടെ വണ്ടിക്ക് ഇറ്റാർസി സ്റ്റോപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇറ്റാർസിന്നായിരിക്കും ഫുഡ് കയറ്റുന്നത് രാത്രിയിലത്തെ, ചിലപ്പോൾ അതിനായിരിക്കും സ്റ്റോപ്പ്, അറിയത്തില്ല.
നമ്മളിപ്പോൾ അടുത്ത ഒരു ഗാർഡ് സെക്ഷൻ തുടങ്ങാൻ പോവാണ്. ചെറിയൊരു ഗാർഡ് സെക്ഷനാണ് ഇത്. മരംചേരി എന്ന സ്ഥലത്ത് നിന്ന് ദരക്കോൺ എന്നൊരു സ്ഥലം വരെ ഒരു ചെറിയൊരു ഗാർഡ് സെക്ഷൻ ഉണ്ട്. അപ്പം അത് നമ്മളിപ്പം കയറാൻ പോവാണ്. ഈ ചില ഗുഡ്സ് ട്രെയിനൊക്കെ ഇതേപോലെ ബാങ്കറും ബ്രേക്കറും ഒക്കെ ഇരിക്കും. അതാണ് ആ കാണുന്ന ലോക്കോസ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം മധ്യപ്രദേശ് സംസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഡൽഹി ചെന്നൈ ട്രങ്ക് റൂട്ട് എന്ന് പറയും. അപ്പോൾ ഈ ഡൽഹി ചെന്നൈ റൂട്ടിലെ ഒരു ചാലഞ്ചിങ് സെക്ഷനാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഈ ഒരു മരംചിരി ദരക്കോ, ഞാൻ ഈ പറയുന്ന പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിയത്തില്ല, ആ ഒരു സെക്ഷൻ കേട്ടോ. ഫുള്ള് വളവും തിരിവും ഒക്കെയാണ്. കാണിച്ചു തരാം. ഫുള്ള് വളവും തിരിവൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇവർ എക്സ്ട്രാ ലൈൻ എന്തൊക്കെയോ പണിയാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. ടണലും ഇതൊക്കെ. അതാണ് ഈ അപ്പുറത്ത് കാണുന്ന ആ സ്ഥലം എടുത്തിട്ടിരിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ലൈനൊക്കെ കൂടുതൽ പണിത് ഈ ഒരു ഗാർഡ് സെക്ഷൻ കുറച്ചുകൂടി എളുപ്പമാക്കാനുള്ള പരിപാടി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാലമൊക്കെ കണ്ടിട്ട് പേടിയാവുന്നു. എന്തുവാടാ പാലമൊക്കെ കണ്ടോ? എന്റെ ദൈവമേ. ഇതൊക്കെ വനമേഖലയാട്ടോ. ഫുള്ള് വനമാണ്. അപ്പോൾ ഈ ഉണങ്ങി കിടക്കുന്ന കാരണമാണ് അത്ര പച്ചപ്പില്ലാത്ത. എന്നാലും ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഫുള്ള് ഫോറസ്റ്റ് ഏരിയ കേട്ടോ. ജനവാസം അങ്ങനൊന്നും ഇല്ല. ഗാർഡ് സെക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ ദരക്കോൺ എന്ന സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. വണ്ടി പയ്യാണ് പോകുന്നത്. ഇപ്പോഴും വലിയ സ്പീഡൊന്നുമില്ല. ഗാർഡ് സെക്ഷൻ കഴിഞ്ഞ് കിട്ടി. വൺ ഓഫ് ദ മോസ്റ്റ് ചാലഞ്ചിങ് സെക്ഷനാണ് ഈ ഒരു ഡൽഹി ചെന്നൈ ഈ ട്രങ്ക് റൂട്ടിൽ കേട്ടോ. അതങ്ങനെ നമ്മൾ കടന്നു കിട്ടിയിരിക്കുകയാണ്.
ഇപ്പോൾ സമയം രാത്രി 7:30 ആവുന്നു. ഇപ്പോൾ 7:24 നമ്മൾ ഇറ്റാർസി ജംഗ്ഷനിലേക്ക് കയറാൻ പോവാണ്. ഒരു വണ്ടി വട്ടം വെച്ച് ഇത് മറ്റേ ഭുസാവൽ ഭാഗത്തേക്കാണ് ആ വണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പിടിച്ചവിടെ ഹോം സിഗ്നൽ ഇവിടെ റെഡാണ് കേട്ടോ. ഹോം സിഗ്നൽ ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് സിഗ്നൽ വീണിരിക്കുകയാണ്. റോഡ് നമ്പർ 1 ആണെന്ന് തോന്നുന്നു കേട്ടോ, കണ്ടിട്ട് 1 കാണിക്കുന്നത്. അപ്പോൾ അതായിരിക്കും മിക്കവാറും. നമ്മൾ ഈ യാത്ര നമ്മൾ നേരെ ഇനി ഡൽഹി പോയിട്ട് നമ്മൾ തിരിച്ചിനി ജബൽപൂർ വരും. ജബൽപൂരിൽ നിന്ന് നമ്മളിനി ഇറ്റാർസി വഴിയാണ് നമ്മൾ നമ്മുടെ ജബൽപൂർ കോയമ്പത്തൂരിന് പോകുന്നത്. ഇറ്റാർസി ക്രോസ് ചെയ്ത് നമ്മുടെ മംഗള എക്സ്പ്രസ്സിന് റൂട്ട് പിടിച്ചാണ് ഇത് പോകുന്നത്, ജബൽപൂർ കോയമ്പത്തൂർ. ഈ ഇറ്റാർസി ഒരു മെയിൻ സ്റ്റേഷൻ ആണെങ്കിലും ഇവിടെ നിർത്താതെ പോകുന്ന കുറേ വണ്ടികളും ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആന്ധ്രാപ്രദേശ് എക്സ്പ്രസ്സിനൊന്നും ഇവിടെ സ്റ്റോപ്പില്ല. അപ്പോൾ ചില വണ്ടികളൊന്നും ഇവിടെ നിർത്തത്തില്ല. പക്ഷേ ഇതൊരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബലർഷ എന്ന് പറഞ്ഞ പോലെ ഒരു ക്രൂ ചേഞ്ചിങ് പോയിൻ്റാണ് ഇറ്റാർസി എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടിക്ക് ഇവിടെ ക്രൂ ചേഞ്ച് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ വണ്ടിക്ക് ഇനി ഭോപ്പാലേ ഉള്ളൂ ക്രൂ ചേഞ്ച്. ഇറ്റാർസിയിലെ പ്ലാറ്റ്ഫോം 1 നമ്മളെ കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഡിന്നർ ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിന്നർ ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ഇറ്റാർസിയിൽ നിന്ന്. ഇറ്റാർസിയിൽ അധികം നേരം സ്റ്റോപ്പ് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ വണ്ടി കണ്ട് എടുക്കുകയാണ്, ഒരു 3 മിനിറ്റ് കണ്ട് എടുക്കുകയാണ്. ഇവിടെ ക്രൂ ചേഞ്ച് ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ. ഇനി ഭോപ്പാലാണ് മെയിൻ സ്റ്റോപ്പ് അടുത്തത്. രാജധാനിയിലെ അവസാനത്തെ മീൽ ഡിന്നർ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 8:30 നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഭോപ്പാലെത്തും. നമുക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തിയിലൂടെ മറ്റേ ഇതായിരുന്നു വെജ് കോഫ്തയാണ്. പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇട്ടിരിക്കുന്ന പനീർ ബട്ടർ മസാലയാണ്. പിന്നെ ആസ് യൂഷ്വൽ ബാക്കിയെല്ലാ സാധനങ്ങളും സെയിം. പിന്നെ റൊട്ടിയാണ് കേട്ടോ. നേരത്തെ ചപ്പാത്തിയായിരുന്നല്ലോ, ഇത് റൊട്ടിയാണ്. തന്തൂരി റൊട്ടിയായിരുന്നു തോന്നുന്നു. പനീർ കറി കഴിച്ചു. കാശിന് ഉള്ളൂല, എരിവുമില്ല, ഉപ്പുമില്ല, വൃത്തികെട്ട ഐറ്റം. ഈ ചപ്പാത്തി ആണെങ്കിൽ നല്ല കട്ടി, വൻ മോശം. ഉച്ചയ്ക്ക് കയറ്റിയ ഫുഡായിരുന്നു പിന്നെങ്കിലും കൊള്ളാവുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയത് വൻ മോശം ഫുഡ്, ഒരു ടേസ്റ്റും ഇല്ല. നമ്മളിപ്പോൾ മധ്യപ്രദേശിലെ ഭോപ്പാൽ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. വണ്ടി ഒരു 10 മിനിറ്റ് ലേറ്റ് ഉണ്ട്. ഇപ്പോൾ സമയം 9 മണിയായി. ഭോപ്പാൽ ജംഗ്ഷനിലേക്ക് കയറുകയാണ്. ഇനിയിപ്പം ആകെയുള്ള സ്റ്റോപ്പുകൾ ഭോപ്പാൽ, പിന്നെ രാത്രി 12 മണി കഴിഞ്ഞാണ് ഝാൻസി ഉള്ളത്. ഭോപ്പാൽ, ഝാൻസി, ഗ്വാളിയർ, ആഗ്ര, ഇത്ര സ്റ്റോപ്പേ ഉള്ളൂ. നമ്മുടെ ബാംഗ്ലൂർ രാജധാനി എങ്ങനെയുണ്ട്? ഇപ്പോൾ 9:06 ആയപ്പോഴേക്കും വേണ്ട ഭോപ്പാലിലേക്ക് കയറുവാണ്. 11 മിനിറ്റ് ഡിലേ ഉണ്ട് ഇപ്പോൾ വണ്ടിക്ക്. ഇത് കുറേ സിഗ്നലുണ്ട് കേട്ടോ. ഇത് ഹോം സിഗ്നലാണ്. ഇതാന്ന് തോന്നുന്നു ഹോം സിഗ്നൽ. അതിന് മുന്നേ വേറെ സിഗ്നൽ, ചറപറ സിഗ്നലാണ് കേട്ടോ. സാധാരണ ഡൽഹി ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയിൽ ഇവർ പ്ലാറ്റ്ഫോം 2 കയറ്റുന്നത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു പ്ലാറ്റ്ഫോം 3 തോന്നുന്നു കയറ്റുന്നത്. ഇത് നടത്തില്ല. പക്ഷേ 2 വണ്ടിയൊന്നുമില്ല, എന്തോ അറിയത്തില്ല. അല്ലല്ല, 2 ഏതാ വണ്ടി കിടപ്പുണ്ട് കേട്ടോ. ഒരു ICF വണ്ടി കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മളെ 3 കയറ്റും കേട്ടോ. ഞാൻ വെച്ചാൽ 2 വണ്ടിയൊന്നുമില്ലെന്ന്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു വണ്ടി കിടപ്പുണ്ട് കേട്ടോ. അതുള്ളതുകൊണ്ട് നമ്മളെ 3 കയറ്റുന്നത്. ഇവിടെ ഉള്ളവർക്ക് പറ്റിയ വണ്ടിയാണ്. രാത്രി കയറി കിടന്നാൽ മതി, രാവിലെ കറക്റ്റ് 5:30 ആകുമ്പോൾ ഡൽഹി എത്തും. അതുകൊണ്ട് കുറേ ആൾക്കാർ ഇവിടെ നിന്ന് വീണ്ടും കയറാനുണ്ട് കേട്ടോ. ഈ വണ്ടി ഏതെന്നറിയോ? ഇത് സായ്നഗർ ഷിർഡി ഉണ്ടല്ലോ, ഷിർഡിയിൽ നിന്നും കൽക്കയ്ക്ക് പോകുന്ന ഒരു വണ്ടിയാണ്. കൽക്ക അറിയത്തില്ല, മറ്റേ ഷിംല ടോയ് ട്രെയിൻ തുടങ്ങുന്ന സ്ഥലമാണ് കൽക്ക. അപ്പോൾ കൽക്കയിലേക്ക് പോകുന്നൊരു എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. ICF റൈക്ക കേട്ടോ. സായ്നഗർ ഷിർഡിയിൽ നിന്നും കൽക്കയ്ക്ക് പോകുന്നത് നോർത്തേണയിലൂടെ വണ്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ മിക്കവാറും അതിനെ കയറി ഓവർടേക്ക് അടിക്കുകയായിരിക്കും, എന്നിട്ട് നമ്മുടെ പുറകെ അടിക്കാൻ വരുന്നത്. അപ്പോൾ സമയം 10:30 ആവാറായി. നമ്മുടെ വണ്ടി ഇപ്പോഴും ഓൺ ടൈമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ ഒരു 5:30 ആകുമ്പോൾ നമ്മൾ ഹസർ നിസാമത്തിലെത്തും. അപ്പോൾ രാവിലെ കാണാം. നമ്മൾ രാത്രി ഒരു 12 മണിയാകുമ്പോൾ ഝാൻസി എത്തും. അത് കഴിഞ്ഞ് ഗ്വാളിയർ 3 മണിക്ക് തോന്നുന്നു ആഗ്ര. അപ്പോൾ ഇനി രാവിലെ നമ്മൾ എണീക്കുമ്പോൾ കാണിക്കാം. അടുത്ത ദിവസം രാവിലെ ഇപ്പോൾ സമയം 5 മണിയായിരുന്നു. നമ്മളങ്ങനെ കണ്ട് എത്താറായി. ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മളെത്തും. ബല്ലബ്ഗഡ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ കഴിഞ്ഞു. എത്താറായി, ഡൽഹി ഔട്ട്സ്കേർട്ട്സായി. ഇപ്പോൾ ഈ ബല്ലബ്ഗഡ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ വേസ്റ്റ് മെറ്ററിൽ നോക്കുമായിരുന്നു. കേരള സമ്പർക്ക് ക്രാന്തിനെ നമ്മൾ ഓവർടേക്ക് അടിച്ചിരിക്കുകയാണ്.
ആ സ്വാഭാവികമല്ല, രാജധാനിയുടെ ഫ്രണ്ടിൽ എന്ത് കയറിയാലും വന്ദേ ഭാരത് ഒഴിച്ച് ബാക്കി എന്ത് കയറിയാലും കയറി ചാമ്പും, അത് ഉറപ്പാണ്. നമ്മളങ്ങനെ അടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂര്യൻ ഉദിക്കും, കാരണം ഇവിടെ ഇപ്പം വെയിലുള്ള സമയമില്ല. അപ്പം 5:30 ആകുമ്പോൾ സൺറൈസ് ആയിരിക്കും, സൺസെറ്റ് ആവുന്നത് ഒരു 7 മണി സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എത്താറായി. നമ്മുടെ സൈഡ് ലോവർ ബർത്ത് ആയിരുന്നിത്. നല്ല കിടിലൻ കോച്ചും നല്ല കിടിലൻ യാത്രയായിരുന്നു. നമ്മളാണ് തുക്ലക്കാബാറൊക്കെ കഴിഞ്ഞ്. വണ്ടിയുടെ കോലം കണ്ടോ, ഫുള്ള് താഴെ മൊത്തം അഴുക്കായി, ഒരു വൃത്തിയില്ല. നോക്ക്, ഇതിലെ സർവീസിനെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞില്ല. സർവീസൊക്കെ വൻ ശോകമാണ്. ഫുള്ള് ഇവന്മാരെല്ലാം പാൻപരാഗും അത് ഇതൊക്കെയാണ്. ഒരു ഇതില്ല, ഒരു ആർക്കാണ്ട് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ ഒരു സ്വഭാവമാണ് എല്ലാത്തിനും. നമ്മുടെ ഈ ബാംഗ്ലൂർ രാജധാനിയാണ് ഒരു ദിവസത്തിൽ വെളുപ്പിന്, അതായത് ആദ്യം ഡൽഹി എത്തുന്ന രാജധാനിയാണ് ഈ നമ്മൾ ഈ കയറിയ ബാംഗ്ലൂർ രാജധാനി. പിന്നെ 5:55 പിന്നെ അടുത്ത് എത്തുന്നത് ജമ്മു താവി, ന്യൂഡൽഹി. അപ്പോൾ ഡൽഹിയിൽ ആദ്യം ഒരു ദിവസത്തിൽ ആദ്യം രാവിലെ എത്തിച്ചേരുന്ന രാജധാനിയാണ് ഈ ബാംഗ്ലൂർ രാജധാനി. ബാക്കിയെല്ലാം രാവിലെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞൊക്കെയാണ് എത്തുന്നത്. നിസാമുദ്ദീനിൽ നിന്ന് തിരുപ്പതിക്ക് പോകുന്ന ആന്ധ്രാപ്രദേശ് സമ്പർക്ക ക്രാന്തിയാണ് ഈ പോകുന്നത്. ഓക്കെ, നിസാമുദ്ദീനിൽ നിന്ന് രാവിലെ വിട്ടാണ്. മംഗള ഇവിടുന്ന് 5:35 കണ്ട കേട്ടോ. മംഗള ഇവിടുന്ന് കഴിയുമ്പോൾ നമ്മൾ നോക്കിയാറ് കയറി സ്റ്റേഷനിൽ. നമ്മൾ നിസാമുദ്ദീനിലേക്ക് ഡയറക്റ്റ് കയറും, എങ്ങും പിടിച്ചിട്ടില്ല. അപ്പോൾ ഈ വൃത്തികെട്ട തോടെത്തുമ്പോൾ എന്തോ നാറ്റമെന്നറിയോ, ഇവിടുത്തെ അഴുക്കുചാലാന്ന് തോന്നുന്നു കണ്ടിട്ട്. കുടിഞ്ഞ നാറ്റമാട്ടോ ഇവിടെ വരുമ്പോൾ. നമ്മളങ്ങനെ നിസാമുദ്ദീനിലേക്ക് കയറുക കേട്ടോ. പക്ക ഓൺ ടൈം 5:28, 5:30 സമയം. നിസാമുദ്ദീൻ സ്റ്റേഷനിലെ ഏറ്റവും അങ്ങേ അറ്റത്തുള്ള പ്ലാറ്റ്ഫോം നമ്പർ 8 നമ്മളെ കയറ്റുന്നത് നമ്മുടെ രാജധാനിയെ. സ്റ്റേഷനാണെങ്കിൽ വൻ കച്ചറ എന്ന് വെച്ചാൽ വൻ കച്ചറ. നോക്ക്, സ്റ്റേഷൻ്റെ ഔട്ടറിലാണെങ്കിലും കച്ചറ, സ്റ്റേഷനകത്തും വൃത്തിയില്ല. രാജ്യ തലസ്ഥാനത്തെ സ്റ്റേഷനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. 45 സീരീസിലെ ഒരു പുതിയ WP7 കിടക്കുന്നുണ്ടോ. ഇപ്പോഴിറങ്ങുന്ന WP7 എല്ലാം നമ്പറിങ് സീരീസ് 45 വെച്ചുള്ള സീരീസാണ്. നോക്ക്, ഇപ്പോൾ ഇറങ്ങിയുള്ള ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഇറങ്ങിയ സാധനമാണത് കേട്ടോ. അങ്ങനെ ഷാർപ്പ് 5:30 നമ്മുടെ ബംഗളൂരു രാജധാനി അങ്ങനെ അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുകയാണ്. ഹസരത്ത് നിസാമുദ്ദീൻ. വണ്ടിയിൽ ഇഷ്ടംപോലെ പാഴ്സലുണ്ട്, അതൊക്കെ ഇറക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇവിടം വരെ എത്തിച്ച മുതലാണ് ഈ കാണുന്നത്. റോയപുരം ഷെഡിൻ്റെ WP7 39002. അങ്ങനെ ബംഗളൂരു രാജധാനി എക്സ്പ്രസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു. 2 പാർട്ട് വീഡിയോയും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിനി അടുത്ത് പോകാൻ പോകുന്നത്, എനിക്ക് ഉച്ച വരെ സമയമുണ്ട്, ഉച്ചയ്ക്ക് റൂമിൽ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഡൽഹി RRTS ഒന്ന് പോയി വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു. നേരത്തെ നമ്മൾ അതിൻ്റെ വ്ളോഗ് എടുത്തായിരുന്നു, പക്ഷേ ആ സമയത്ത് അത് ഫുള്ളി ഓപ്പറേഷനിലായിരുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് മീററ്റ് വരെ ഓടുന്നുണ്ട്, ഫുൾ എൻഡ് ടു എൻഡ്. ഇവിടെ നിന്ന് നിസാമുദ്ദീനിൽ നിന്നാണ് തുടങ്ങുന്നത്. നിസാമുദ്ദീനിൽ നിന്ന് തുടങ്ങി മീററ്റ് വരെ അത് ഓടുന്നുണ്ട്. മീററ്റിലെ ഒരു മോദിപുരം എന്നൊരു സ്ഥലമുണ്ട്, അവിടം വരെ ആ വണ്ടി ഓടുന്നുണ്ട്. RRTS എന്ന് പറയുന്നത് ഒരു ബുള്ളറ്റ് ട്രെയിൻ പോലത്തെ ഒരു സംഭവമാണ്. ഒരു 160, 180 kmph ഓടുന്ന ഒരു മെട്രോ പോലത്തെ, മെട്രോയുടെ തന്നെ ഒരു അഡ്വാൻസ് സാധനമാണ്. അപ്പോൾ അതാണ് അടുത്ത വീഡിയോ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. നെക്സ്റ്റ് ദിവസം RRTSൻ്റെ വ്ളോഗായിട്ട് കാണാം. ബൈ.